അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി കല്ലത്ത ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാഹി യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രേക്ഷകരെ, നമ്മളെ വസ്ത്രം അത് നിസ്കാരത്തിൽ ഏറ്റവും നല്ലത് ധരിക്കൽ സുന്നത്താണ്. നമുക്ക് ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല വസ്ത്രം നാം എപ്പോഴാണ് ധരിക്കേണ്ടത്? നിസ്കാരത്തിലാണ്. അത് അള്ളാഹു താലാൻ്റെ മുമ്പിൽ നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിനോടുള്ള ഒരു അഭിമുഖമാണല്ലോ നിസ്കാരം. ആ നിസ്കരിക്കുമ്പോഴാണത് നിർവഹിക്കേണ്ടത്. ഇമാം അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രം ഇവിടെ നമ്മൾ കേൾക്കണം. വസ്ത്രം ധരിക്കൽ വാജിബാസത്രിന് സീനത്തിനുള്ളത് സുന്നത്തായി പറയുന്നത്. നമ്മൾ ഔറത്ത് മറക്കാൻ വസ്ത്രം ധരിക്കൽ നിർബന്ധമാണ്. ഭംഗിക്കുള്ള വസ്ത്രം അത് സുന്നത്താണ്. നിസ്കാര സമയം മുസ്തഹബാണ്, ഏറ്റവും നല്ലതു ധരിക്കൽ എന്നു കാണാം നിയമവും. നിസ്കാര സമയം നാം ധരിക്കൽ നല്ല വസ്ത്രമാവണം. ഒരു ചരിത്രം, ഒരു പദ്യരൂപത്തിലുള്ളൊരു ചരിത്രമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അബൂ ഹനീഫ ഇമാമിനുണ്ടൊരു ജോഡി, തുണി നിസ്കരിക്കാൻ രാത്രി മാത്രം ചൂടി. അഥവാ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് രാത്രി നിസ്കരിക്കാൻ ഒരു ജോഡി വസ്ത്രമുണ്ട്. രാത്രി നിസ്കരിക്കാൻ മാത്രം. തലപ്പാവ്, പൈജാമ, കമീസും ഉണ്ട്. കൂടാതെ മുകളിലൊരു രിദാവും ഉണ്ട്. തലപ്പാവ്, പൈജാമ, കമീസിൻ്റെ ഉള്ളിലിടുന്ന പാൻറ്, പിന്നെ കമീസ്, പിന്നെ ഒരു തട്ടവും ഒരു ഷാൾ, രിദാ എന്ന് പറഞ്ഞൊരു തട്ടം. അതിൻ്റെ വില എത്രയാണെന്നറിയോ? വലിയ വിലയാണ്. വിലയതിന് വെള്ളിയും 1500. തനിക്കത്ത ജമ്മുല് ലൈലിലെന്ത് സുറൂറ. അഥവാ അതിന് 1500 വെള്ളിയാണ് വില. നല്ല വിലയാണ്. മഹാനവറുകൾ ആ ഭംഗിയുള്ള വസ്ത്രം രാത്രിയിൽ ധരിക്കുമ്പോൾ ആരും കാണുന്നില്ല, ഒരാളും കാണുന്നില്ലത്, അള്ളാഹു താല മാത്രം കാണുകയാണ്. ആ വസ്ത്രം ധരിക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമാണ്. അള്ളാഹു താലാൻ്റെ മുമ്പിൽ രാത്രിയിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ നല്ല ഒരു ഭംഗിയുള്ള വിലപിടിപ്പുള്ള ഒരു വസ്ത്രം ധരിക്കൽ അദ്ദേഹത്തിന് വലിയ സന്തോഷമാണ്. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നസിനു വേണ്ടി ചമയലല്ല വേണ്ടത്, റബ്ബിന് വേണ്ടിയിട്ടെന്ന് പറയും താനിത്. എന്നിട്ട് മാനവர்கள் പറയും അള്ളാഹു താലാക്ക് വേണ്ടിയിട്ടാണ് ഭംഗി കൂട്ടൽ, മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടല്ല, മനുഷ്യന്മാർ കാണാൻ വേണ്ടിയിട്ടല്ല, അള്ളാഹു താല കാണാൻ വേണ്ടിയിട്ടാണ് ഭംഗിയുള്ള വസ്ത്രം ധരിക്കേണ്ടത് എന്ന് മഹാനവറുകൾ പറയും. ഇതെവിടെയുണ്ട്? വെറുതെ പറയല്ല. റൂഹുൽ ബയാൻ നീ നോക്ക് 3-ാം ഭാഗമിൽ 54 പിന്നെ 100 ചേർന്നതിൽ. റൂഹുൽ ബയാൻ എന്ന് പറയുന്ന ഒരു തഫ്സീർ, ഖുർആനിൻ്റെ വ്യാഖ്യാനമാണ്. അറബി ഭാഷയിലുള്ള ഗ്രന്ഥമാണ്. അതിൻ്റെ 3-ാം ഭാഗം 154-ാം പേജിലുണ്ട്. അള്ളാഹു നമുക്കെല്ലാവർക്കും
നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പം നിസ്കാരത്തിൽ നാം ധരിക്കേണ്ട വസ്ത്രം എങ്ങനെയാണ് എന്നുള്ള ഒരു രീതിയാണ് മഹാനായ അബൂ ഹനീഫ ഇമാമിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അല്ലാഹു തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.